ബ്രിഗേഡിയർ വേണു നായർ, ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. നമ്മുടെ സൈനിക ശക്തി വിളിച്ചറിയിക്കുന്നതിനോടൊപ്പം തന്നെ എത്രത്തോളം അച്ചടക്കമുള്ള, എത്രത്തോളം പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈനിക നീക്കമാണ് ഇന്ത്യ നടത്തിയത് എന്ന് വളരെ കൃത്യമായ ഡാറ്റ സഹിതം, തെളിവ് സഹിതം ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എങ്ങനെ വിലയിരുത്താം ഇപ്പോഴുള്ള നീക്കത്തെ? ഇനി എന്ത്? പിന്നീട് ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഒരു പൂർവ്വ സൈനികൻ എന്ന നിലയിൽ വളരെ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ പാകിസ്ഥാൻ്റെ ഭീകര താവളങ്ങളിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് ഏതൊരു ചാനലിലെ സുഹൃത്താണ് എന്നെ വിളിച്ച് എൻ്റെ റെസ്പോൺസ് ചോദിച്ചത്. അത് നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്ന, ഞാൻ ഒരു 8 വർഷം പല റാങ്കുകളിൽ കാശ്മീരിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. 3 വർഷം ഹെഡ്ക്വാർട്ടർ നോർത്തേൺ കമാൻഡ് ഓപ്പറേഷൻസ് ബ്രാഞ്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് 2 വർഷം അതിൻ്റെ കൂടെ തന്നെ ഒരു യൂണിറ്റ് കാശ്മീർ വാലിയിൽ കമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ബ്രിഗേഡ് അവിടെ കമാൻഡ് ചെയ്തു. അങ്ങനെ ഓൺ ഗ്രൗണ്ടിലും ഹയർ പ്ലാനിങ് ലെവലിലും എല്ലാം പരിചയമുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാനീ പറഞ്ഞ ഒരു വികാരം എനിക്കുണ്ടായതിനെ പറ്റി പറഞ്ഞത്. 90കളിൽ അവിടെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ നമ്മൾ ഇത്രയും ശക്തമായ ഭീകരതയാണ് നേരിടുന്നതെന്ന് മറ്റു രാഷ്ട്രങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ സർവ് ചെയ്തിരുന്ന ഞങ്ങൾക്കുള്ള വിഷമതകളും അത് അനുഭവിക്കുന്നവർക്ക് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ ഈ ഭീകരതയുടെ ആ ഒരു മുഖം US കാണുന്നത് അവരുടെ ട്വിൻ ടവറിനെ ആക്രമിച്ചപ്പോഴാണ്. അപ്പോഴാണ് ഭീകരത അവരെ ഈ അറ്റ്ലാന്റിക് താണ്ടിയും എവിടെയും എത്തും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അങ്ങനെയാണ് അവർ ഇതിൻ്റെ കൂടെ ഒരു ഫൈറ്റിന് വന്നത്. നമ്മൾ ഒരു 1947 മുതൽ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഫയർ, സ്മോൾ ആംസ്, ഓട്ടോമാറ്റിക്സ്, സിയാച്ചിനിലാണെങ്കിൽ 84 ശേഷം ഗൺ ഫയറിൻ്റെ എക്സ്ചേഞ്ചൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഹെഡ്ക്വാർട്ടർ നോർത്തേൺ കമാൻഡിലുള്ളത്. അത് കഴിഞ്ഞിട്ട് 89-ൽ അതിൻ്റെ നാൾ വഴികളിലേക്ക് ഞാൻ പോകുന്നില്ല. ടു ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്നുള്ള ജിയാവുൾ ഹക്കിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയിലൂടെയാണല്ലോ 89കളോടുകൂടി ഈ വാലിയിൽ ഭീകരതയും കാശ്മീർ ഇപ്പോൾ വിട്ടുപോകും എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത് എനിക്കറിയാം. JKLF, ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നൊരു പൊളിറ്റിക്കൽ മുഖവും ഹിസ്ബുൾ മുജാഹിദീൻ എന്നുള്ള അവരുടെ മിലിറ്റൻ്റ് സൈന്യ വിഭാഗവുമായിരുന്നു ആ തുടക്കത്തിലുണ്ടായിരുന്നത്. അത് വളരെ ഭീകരമായ സംഘർഷമായിരുന്നു. അന്ന് ആർമി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ കാശ്മീർ ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് നേരിട്ടുള്ള അറിവാണ്. അന്ന് മുതൽ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ചെറിയ രാജ്യം നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ HM ഒരു ലോക്കൽ സ്ഥിതി ഉണ്ടായിരുന്ന കാരണം അതിനെ ഭീകരത ആളുകളെ പിള്ളേരെ ഇവിടുന്ന് POKയിലേക്ക് കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് വിടുന്നത് ISI-യുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന പാകിസ്ഥാൻ്റെ ഒരു വിശേഷ ഘടകമാണ്. അത് പാകിസ്ഥാൻ ആർമി നിയന്ത്രിക്കുന്നവരാണ്. അതിനുള്ള ഫണ്ട് പ്രത്യേകമുണ്ട്. ഇന്ത്യക്കുള്ള ഭീകരരെ മുഴുവൻ ഇങ്ങോട്ട് അയക്കുന്നത് അവരാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത LET ഉണ്ടായ കാര്യത്തിൻ്റെ 4 വഴിയിലേക്കാണ് ഞാൻ വന്നത്. ലഷ്കർ എ ത്വയ്ബ അത് 87-ൽ സ്ഥാപിതമാകുന്നതാണ്. അത് കഴിഞ്ഞ് 99-ലാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന വേറൊരു ഭീകര സംഘടന. അതിൻ്റെയൊക്കെ തന്നെ 1A 1B എന്നുള്ള തലത്തിലാണല്ലോ പോകുന്നത്. വാലിയുടെ എല്ലാ സ്ഥലത്തും അവർ, എന്നാലും കൂടുതലും ജെയ്ഷെ മുഹമ്മദ് കൂടുതലും ജമ്മു ഭാഗത്താണ്. LET കൂടുതലും നമ്മുടെ വാലി ഭാഗങ്ങളിലാണ്. അപ്പം നമ്മുടെ ഈ കാശ്മീർ നോർമലസിലേക്ക് വരുന്നു എന്ന ഒരു വസ്തുത പാകിസ്ഥാനെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ ടൂറിസ്റ്റുകൾ കണക്കെടുത്താൽ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് 2 കോടിയോളം ടൂറിസ്റ്റുകൾ സന്ദർശിച്ചു എന്നാണ്. അത് ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാഭം അവിടുത്തെ പാവപ്പെട്ട കാശ്മീരികൾക്കാണ്. അപ്പോൾ ഇങ്ങനെ കാശ്മീരിന് 1 വർഷവും കൂടി സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോയാൽ അവർ നല്ല ജീവിതം മനസ്സിലാക്കി ഈ സ്വാതന്ത്ര്യം എന്നുള്ള അത് മറന്നു പോകും. അവരുടെ ഭീകരതയുടെ ഇങ്ങനെ ഒരു
കീപ് ദ കാശ്മീർ ബ്രിഗേഡിയർ പോർട്ട് വേണു നായർ, ബോയിലിംഗ്. നമുക്ക് അതിലേക്ക് വളരെ വിശദമായി വരാം. അതിനു മുൻപ് ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ ഒരു ദൃശ്യം പങ്കുവച്ചത് അങ്ങും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ഡിഫൻസ്, പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പങ്കുവച്ച ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം, പ്രതിരോധം എത്രത്തോളം ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ. ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് നമ്മുടെ അതിർത്തി കാക്കുന്ന സേന എത്രത്തോളം സജ്ജമാണ് എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനെയും ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ആ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ബ്രിഗേഡിയർ നായർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന്, അങ്ങ് ഇവിടെ എല്ലാം ജോലി ചെയ്തിട്ടുള്ളതാണല്ലോ. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം വെച്ച് ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്, ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ ആ വിധത്തിലല്ല ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഈ ഡ്രോൺ അറ്റാക്കുകൾ. അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് പരിശോധിച്ചാൽ ഇപ്പോൾ കാശ്മീർ മാത്രമല്ലല്ലോ, പഞ്ചാബിലേക്ക് നീണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആക്രമണം. ഹിമാചൽ പ്രദേശ് ലക്ഷ്യമിടുന്നുണ്ട്, രാജസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്, ഗുജറാത്ത് ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ POKയും പാകിസ്ഥാനുമായി നേരിട്ട് ഇന്റർനാഷണൽ ബോർഡറുമുള്ള, നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ബോർഡറുമുള്ള എല്ലാ സ്ഥലങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിടുമ്പോൾ അവിടെയുള്ള ഒരു ജോഗ്രഫി അങ്ങനെ പരിശോധിക്കാം. ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത? ഇന്ത്യൻ പ്രതിരോധം ഈ മേഖലകളിലെല്ലാം, ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ എങ്ങനെയാണ്, എത്രത്തോളം ശക്തമാണ്? ഇതെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അത് തുടങ്ങാൻ ഞാൻ ടെക്നോളജിക്കൽ ഡിഫറൻസ്. അപ്പോൾ 2019 ബാലാക്കോട്ട് നടക്കുമ്പോൾ നമുക്ക് അത്ര സശക്തമായ ടെക്നോളജി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഡിഫൻസ് സിസ്റ്റമായ S-400 അതിനനുസരിച്ചുള്ള ഈ ഡ്രോണുകളുമൊക്കെ പിന്നീട് ഇപ്പോഴാണല്ലോ വന്നത്. അപ്പോൾ ആ ഒരു ശക്തി നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡ്രോൺ വാർഫെയറിൻ്റെ ഒരു തുടക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇന്ത്യ പാകിസ്ഥാൻ LC അടക്കം, ഇൻ്റർനാഷണൽ ബോർഡർ അടക്കം മുഴുവനും ഫ്രണ്ടേജിലും അവർ ഈ ചെറിയ രീതിയിലുള്ള ഡ്രോണുകൾ അയച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ എയർ ഡിഫൻസ് ലേഔട്ടിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരിൽ ഇതിലും ശക്തമായ, ഇതിലും ഡെപ്തിലേക്ക് പോകാൻ പറ്റിയ ഡ്രോണുകളുണ്ട്. അത് എപ്പോൾ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ പിന്നെ എല്ലാവരുടെയും പ്ലാൻ അനുസരിച്ച് പോവുകയില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ പറയും, ഞങ്ങൾ 8 പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിമിയുടെ റിയാക്ഷൻ അനുസരിച്ച് 9ാമത്തെ പ്ലാനിലേക്ക് പോകേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആ രീതിയിലാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മിസൈലുകളെ അതിൽ നിന്ന് തടുക്കാനുള്ള അവർക്ക് കെൽപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഹെഡ്ക്വാർട്ടർ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടറും മുൻനിരയിലുള്ള LETയുടെ ഹെഡ്ക്വാർട്ടറൊക്കെ നമുക്ക് തകർക്കാൻ പറ്റിയത്. ഇത് പഞ്ചാബിലാണ്. അപ്പോൾ പാകിസ്ഥാൻ പഞ്ചാബിലുള്ള സ്ഥലങ്ങളാണ്. ഞാനൊക്കെ സർവ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കടക്കണമെങ്കിൽ ആക്ച്വൽ വാർ ഉണ്ടെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ ഓഫ് വാർ. അപ്പോൾ ഈ ഒരു ആർട്ടിലറി ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഇനിയിപ്പോൾ ഒരു വാർ ഉണ്ടാകാനുള്ള ഇതുണ്ടെന്ന്. അപ്പോൾ IB കടക്കണമെങ്കിൽ വാർ ഡിക്ലെയർ ചെയ്ത ശേഷമേ നമുക്ക് കിടക്കുകയുള്ളൂ. അതിന് മുമ്പ് തന്നെ അത് നമുക്ക് ചെയ്യണമായിരുന്നു. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ വി ഹാഡ് ടു ഡു ഇറ്റ്. അപ്പോൾ അതാണ്. അപ്പോൾ പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എനിക്ക് വിഷമം തോന്നിയത്, അവരുടെ ഈ അനദർ തിങ് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത്, ഈ ഒരു സിസ്റ്റവും 100% വരുന്ന 500 ഡ്രോണിനെയും തടുത്തിടാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ S-400 അത് ഇതിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഒരു ഹയർ ടാർഗറ്റ്സിന് വേണ്ടിയിട്ടാണ്. അവർക്കും സൈമിൾട്ടേനിയസ്ലി 36 ടാർഗറ്റ്സിനെ ആണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ജനതയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് എന്താണ് പരിഹാരമെന്ന്. അപ്പോൾ ഈ ഡ്രോൺ ലോഞ്ച് പാഡുകളെ തകർത്തുകൊണ്ട് നമ്മൾ ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ ജിയോഗ്രഫിയിലേക്ക് വരാം, പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ ഞാനത് മറന്നുപോകും. ഇന്ന് രാവിലെ മുതൽ കാണുന്നതും നമ്മുടെ ബ്രീഫിങ്ങിൽ കൺഫേം ചെയ്തതുമായ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻ്റുള്ള കാര്യം ഇതാണെന്ന് വെച്ചാൽ, അവരുടെ 4 സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് എയർഫീൽഡുകളെ നമുക്ക് നോൺ ഇഫക്റ്റീവ് ആക്കാൻ പറ്റി. എന്ന് വെച്ചാൽ അതിൻ്റെ റൺവേ ഇപ്പോൾ നാശപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെ പെട്ടെന്ന് അത് റീബിൽഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വെച്ചാൽ എന്നാലും ഒരു 1-2 ദിവസം ഏതായാലും എടുക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ അവർക്ക് ആൻറ്റി ADക്കുള്ളതാകട്ടെ, നമ്മളെ ബോംബിടാനുള്ളതാകട്ടെ, അങ്ങനെയുള്ള അസറ്റുകളുള്ള സർഗോദയിലാണെന്നാണ് എൻ്റെ ഓർമ്മ.
അവിടെയാണ് അവരുടെ F-16 J-7 ഒക്കെ ഉള്ളത്. അത് കുറച്ച് ദിവസത്തേക്കെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെയാണ് കഹൂട്ടയുടെ അടുത്തുള്ള, ഞാനിപ്പോൾ ഓഫ് ഹാൻഡ് ഐ ഡോണ്ട് റിമെമ്പർ, ആ ഒരു എയർഫീൽഡിനെ നമ്മൾ നോൺ ഓപ്പറേറ്റീവ് ആയിട്ടുണ്ട്. അത് റാവൽപിണ്ടിക്ക് അടുത്തുള്ള, റാവൽപിണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ജനറൽ ഹെഡ് ക്വാർട്ടർ, നമ്മുടെ ആർമി ഹെഡ് ക്വാർട്ടറിന് ഈക്വലുള്ളതാണ്, അല്ലെ ഇസ്ലാമാബാദിന് അടുത്തുള്ളതാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ശരിക്കും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്കോ, കഹൂട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞു, അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളരെ വിവേകപൂർവ്വമായിട്ടാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു റെഡ് ലൈൻ നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. ടു ഗീവ് ദം ആൻ എക്സ്ക്യൂസ് ടു യൂസ് ദെയർ വാട്ട് എവർ ബോംബ് ദേ ആർ ടോക്കിംഗ് അബൌട്ട്, അങ്ങനെ നിർത്തിക്കുക. അപ്പോൾ സ്ട്രാറ്റജിക്കലി നമ്മുടെ വളരെ ഇല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടാകുന്നതിൻ്റെ തുടക്കമാണ് ഈ എനിമി എയർഫീൽഡുകളിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. 71 ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും. 71 വാർ ട്രിഗർ ചെയ്യുന്നത് പാകിസ്ഥാൻ നമ്മളുടെ ഫോർവേഡ് എയർഫീൽഡ്സിനെ അന്ന് വൈകുന്നേരം ആക്രമിച്ചതോടുകൂടിയാണ് ആ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നിർത്താം. അപ്പോൾ ഇതിവിടെ നിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ടെറൈനിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈൻ ഓഫ് കൺട്രോൾ, അത് സീസ് ഫയർ ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് 47-48 വർഷങ്ങളുണ്ടായ യുദ്ധത്തിൽ UN ഇടപെടലോടുകൂടെയുള്ള വെടിനിർത്തലുണ്ടായ ആ ലൈനാണ്. അവിടെ രണ്ടിടത്തും അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ആർമിയാണ്, ഇപ്പുറത്ത് നമ്മളാണ്, ഇന്ത്യൻ ആർമിയാണ്. ഇവിടെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നത് ടേക്കേഴ്സ് ആർ, ആര് ഗ്രാബ് ചെയ്യുന്നോ അയാളുടെയാണ് അവിടുത്തെ ഭൂമി എന്നുള്ളതായിരുന്നു. അപ്പോൾ UN ഇതോടുകൂടെ വന്ന ആ ലൈനിനെ സീസ് ഫയർ ലൈൻ എന്നാണ് പറഞ്ഞത്, CFL എന്നാണ് പറഞ്ഞിരുന്നത്. 71 വാറിന് ശേഷമുണ്ടായ സിംല കരാറിന് ശേഷമാണ് ഇതിനെ ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള നിലയിലേക്ക് നമ്മൾ രണ്ട് ഭാഗങ്ങളും അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ LC എന്ന് പറഞ്ഞാൽ 740 കിലോമീറ്റേഴ്സ് ആണ് എൻ്റെ ഓർമ്മ. അത് കൂടുതലും ഏറ്റവും ലഡാക്ക് സൈഡിൽ NJ9842 എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാണ് സിയാച്ചിനേക്കുള്ള, അത് വേറൊരു കഥയാണ്. ഇപ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. അവിടെ നിന്ന് നോർത്തിലേക്ക് വരുമ്പോൾ അഖ്നൂർ വരെയാണ് ഈ 740 കിലോമീറ്റേഴ്സ്. അവിടെ ആർമിയാണ്. ഈ 75 വർഷം അവരുടെ ആർമിയും നമ്മുടെ ആർമിയും നിലനിൽക്കുന്ന ഇവിടുത്തെ ഡിഫൻസ് വളരെ ഇംപ്രഗ്നബിൾ ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ സാധാരണ 1:5 സുപ്പീരിയോറിറ്റിയാണ്. അവിടെ ഒരു പ്ലാറ്റൂൺ ഉണ്ടെങ്കിൽ അതിൻ്റെ 5 ഇരട്ടിയുള്ള ശക്തി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ അതുപോലെ സുശക്തമായ, അപ്പോൾ അവിടെ ഒരു നേരിട്ടുള്ള ചെയ്യുന്നത് ഭിത്തിക്ക് നേരെ തലയിടിക്കലാണ്. അതല്ല പ്രയോറിറ്റി 1, അതായിരിക്കില്ല. അത് വേണമെങ്കിൽ നമ്മൾ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ എന്തെങ്കിലും അവിടെ റിസർവ് ഇവരുടെ കുറവാണ്. അവിടെ 2 കോറാണ്. മുകളിൽ 30 കോർ ഓഫ് പാകിസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് താഴെ 10 കോറാണ്. പിന്നെ ഈ സാമ്പ ആ ഏരിയയിലൊക്കെ 10 കോർ വരും. അവിടെ ഏതാണ്ട് ഒരു 20 ബ്രിഗേഡ്സ് ഡിപ്ലോയിഡാണ്. അവർ എപ്പോഴും എന്നും നമ്മളും അവരും ഈവൻ ആർട്ടിലറി ഡിപ്ലോയിഡാണ്. ഞങ്ങളുടെ അമ്യൂണിഷൻ, ഞാൻ ബ്രിഗേഡ് കമാൻഡർ ആയിരുന്നപ്പോൾ മിക്കവാറും പോയി സന്ദർശിക്കുന്നതാണ്. ഗൺ പിറ്റിൽ ഗണ്ണുണ്ടാവും, അമ്യൂണിഷൻ പിറ്റിൽ അമ്യൂണിഷൻ ഓൾമോസ്റ്റ് റെഡിയാണ്. വിത്തിൻ മിനിറ്റ്സ് വി ക്യാൻ ഫയർ. ആ ഒരു റെഡിനെസ്സിലാണ് അവിടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുമെങ്കിൽ അവിടെ തുടക്കം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ താഴത്തേക്ക് വന്നാൽ നമ്മുടെ ഡിഫെൻസീവിനുള്ള ഫോർമേഷൻസ് ഉണ്ട്. അതിപ്പോൾ മിക്കവാറും ഡിപ്ലോയ് ആകാനാണ് സാധ്യത. പക്ഷേ ഒരു നാഷണൽ മൊബിലൈസേഷൻ്റെ കാര്യം ഞാൻ കേട്ടില്ല. ആണെങ്കിൽ ഇൻ എനി കേസ് വി ക്യാൻ ഡു ഇറ്റ് ഇൻ എ ഡേ ഓർസോ. അതിന് പ്രശ്നമൊന്നുമില്ല. എവറി ഇയർ വി ഗോ ഓപ്പലറ്റ് എന്നും പറഞ്ഞ ഒരു എല്ലാവരും നമ്മുടെ എവിടെയാണ് ഒരു യുദ്ധമുണ്ടായാൽ ചെന്ന് ഡിപ്ലോയ് ചെയ്യേണ്ടത്, ബങ്കേഴ്സൊക്കെ ഉണ്ട്, അതെല്ലാം ക്ലീൻ ചെയ്ത് പുതിയതായിട്ട് വന്നവരെ അത് പഠിപ്പിക്കും. പിന്നെ ഒരു വാർ ഗെയിം ചെയ്ത് നോക്കും, പല സിനാരിയോസിലും ചെയ്യും. അതാണ് ഓപ്പലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫെൻസീവ് ഫോർമേഷൻസ് ഒന്ന്. പിന്നെ ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാകണമെങ്കിൽ 2 രാഷ്ട്രങ്ങൾക്കും അവരുടെ സ്ട്രാറ്റജിക് റിസർവ് ഉണ്ട്. അപ്പോൾ പാകിസ്ഥാനുള്ളത് ഞാനെൻ്റെ സമയത്ത് നോർത്തേൺ ആർമി ആൻഡ് സദേൺ റിസർവ്, അങ്ങനെ 2 റിസർവാണുണ്ട്. ഇപ്പോൾ അതിന് 1 കോർ ആൻഡ് 2 കോർ ആണെന്നാണ് പറയുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ബഹാവൽപൂർ, ഇപ്പുറത്ത് ഝംപിൻ്റെ അടുത്തായിട്ട്, അങ്ങനെ അവിടെയാണ് പീസ് ടൈം ലൊക്കേഷൻസ് ഉള്ളത്. നമുക്ക് 3 പ്ലെയിൻസിൽ 3 ഒഫൻസീവ് ഫോർമേഷൻസ് ഉണ്ട്. 1 കോർ മഥുര ബേസ്ഡ് ആണ്, 2 കോർ അംബാല ബേസ്ഡ് ആണ്, 21 കോർ നമ്മുടെ രാജസ്ഥാനിലെ അവിടെയാണ്. ഞാൻ ഓഫ് ദ ഹാൻഡ് ആയിട്ടുണ്ട് മപ്പം. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മൗണ്ടൻ സ്ട്രൈക്ക് കോർ, ഇപ്പോൾ താങ്ക്സ് ടു ചൈന
ഈ ലഡാക്ക് പ്രശ്നമുണ്ടായപ്പോൾ നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഓർ ലഡാക്ക് എഗെയിൻസ്റ്റ് ചൈന വേണമെന്ന് റെക്കമെൻഡ് ചെയ്തായിരുന്നു. അതിൻ്റെ ഹെഡ് ക്വാർട്ടറും ഒരു ഡിവിഷനെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2020 ഗൽവാൻ്റെ ശേഷമാണ് സെക്കൻഡ് ഡിവിഷൻ, മൗണ്ടൻ ഡിവിഷൻ കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ അത് ചൈനയ്ക്ക് ഇപ്പോൾ സ്ട്രാറ്റജിക്കലായി നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് ഒരിടത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഗ്രൗണ്ട് പ്ലെയിൻസിൽ തുടക്കത്തിൽ രണ്ടുപേർക്കും തുല്യമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഫോഴ്സ് മൾട്ടിപ്ലയറിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജ് നമുക്കാണ്. എല്ലാ ഫീൽഡിലും എഡ്ജ് നമുക്കാണ്. അപ്പോൾ ആ ഒരു മൊബിലൈസേഷനിലേക്ക് ഉള്ള ആ ഒരു സമയം ഇപ്പോൾ എത്തിയിട്ടില്ല. ബാക്ക് ടു യു. ഉറപ്പായും ആ സമയം എത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ബ്രിഗേഡിയർ വേണു നായർ, ഇപ്പോൾ അങ്ങ് വിശദമായ രീതിയിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണല്ലോ. ഞാനൊന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്ക് വളരെ വേഗത്തിൽ പോയി അങ്ങിലേക്ക് മടങ്ങിയെത്താം വിശകലനങ്ങൾക്കായി. ശ്രീജിത്ത്, ഇപ്പോൾ ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഡൽഹി കേന്ദ്രീകരിച്ച് എന്തൊക്കെ നടന്നു? ബിനിൽ, ഡൽഹി കേന്ദ്രീകരിച്ചല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിലൊന്ന് അമേരിക്ക ഇതിൽ സജീവമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുന്നത്. വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി ഇന്നലെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി അറിയിക്കുന്നു. ഇന്ന് മാർക്കോ റൂബിയോ, അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായും പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയുമായും സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദേശകാര്യമന്ത്രിയുമായി മാത്രമല്ല പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറുമായും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ക്രിയാത്മക ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അല്ലെങ്കിൽ സഹായിക്കാമെന്നാണ് അമേരിക്കയുടെ വാഗ്ദാനം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ. അതൊരു തരത്തിൽ ഇതൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് എങ്കിൽ അത് അമേരിക്കയുടെ ഇടപെടൽ തീർച്ചയായും വളരെ നിർണായകമാണ് ഇക്കാര്യത്തിൽ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഒരു സേഫ് സോണുള്ള രാജ്യമാണ്. കാരണം അമേരിക്ക നാളുകളായി ഇക്കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം JD വാൻസ് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്നാണ്. പക്ഷേ കുറച്ചും കൂടി രൂക്ഷമായ അന്തരീക്ഷത്തിലേക്ക്, അതായത് ഇന്നും ഇന്നലെയുമായി അതിർത്തി കടന്ന് വലിയ രൂപത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുമ്പോൾ, പാകിസ്ഥാൻ്റെ 4 എയർബേസുകളെ ഇന്ത്യ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ ഈ ഒരു ഇടപെടൽ വളരെ നിർണായകമാണ്. അതുമാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളിൽ, അതായത് കുറച്ചും കൂടി വ്യക്തത, നമ്മൾ നേരത്തെ ബിനിൽ തന്നെ ചോദിച്ചിരുന്നത് എവിടെയൊക്കെയാണ് ഈ ആക്രമണം ഉണ്ടായെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് ഏതൊക്കെ കേന്ദ്രങ്ങളാണ് എന്നുള്ളത് അതിപ്പോൾ ബ്രിഗേഡിയർ വേണു സാറും കൂടി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ കുറച്ചും കൂടി വ്യക്തത വരാനായിട്ട് ഇക്കാര്യത്തിൽ സിയാൽകോട്ടിലുള്ള പസ്രൂർ, അത് റഡാർ സൈറ്റാണ്. ആ പസ്രൂർ കേന്ദ്രം പൂർണ്ണമായും ഇന്ത്യ തകർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നൂർഖാനും മൂറിഡും റാഫിക്കിയും റഹിമീർ ഖാനും അല്ലാതെ, അതായത് എയർബേസുകളല്ലാതെ 2 കേന്ദ്രങ്ങൾ, സിയാൽകോട്ടിലെ പസ്രൂർ അതൊരു റഡാർ സൈറ്റാണ്. ആ റഡാർ സൈറ്റ് കൂടി പാകിസ്ഥാൻ റഡാർ സൈറ്റ് തകർക്കപ്പെടുന്നു എന്ന് ഇന്ത്യ ഉറപ്പിക്കുമ്പോൾ, ഇന്ത്യ അവകാശപ്പെടുമ്പോൾ അതൊരു വലിയ സൈനിക നേട്ടമായി വേണം വിലയിരുത്താൻ. കാരണം റഡാർ സൈറ്റുകളാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ബ്രിഗേഡിയർ ഒക്കെ സൂചിപ്പിച്ച പോലെ റഡാർ സൈറ്റുകൾ വഴിയാണ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തെയും ഇന്ത്യയുടെ തയ്യാറെടുപ്പുകളെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം റഡാർ സൈറ്റുകളാണ്. ആ റഡാർ സൈറ്റുകളിൽ ഒന്ന് ഇന്ത്യ തകർത്തിരിക്കുന്നത്, അത് പസ്രൂറിലാണ്. അത് മാത്രമല്ല, മറ്റൊന്ന് സുക്കൂർ പുനിയ എന്ന് പറയുന്ന വലിയ ആയുധപ്പുര, അതാണ് ഇപ്പോൾ നമ്മൾ എഴുതി കാണിക്കുന്നത്. വലിയ ആയുധപ്പുര തകർത്തിട്ടുണ്ട്. അത് സുക്കൂർ പുനിയയിലാണ്. അതും സിയാൽകോട്ടിനോട് ചേർന്നാണ്. അങ്ങനെ ഒരു ആയുധപ്പുര കൂടി തകർക്കുമ്പോൾ സ്വാഭാവികമായും സൈനിക തലത്തിൽ ഇന്ത്യ വലിയ മേൽക്കൈ നേടിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ്റെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടങ്ങി വെച്ച ചെറിയ രൂപത്തിലുള്ള ആയുധങ്ങളില്ലാതെയുള്ള ഡ്രോൺ ഉപയോഗിച്ച് ഇന്ത്യയുടെ സൈനിക ശേഷി അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ ശേഷിയൊക്കെ പരീക്ഷിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമത്തെ ഇന്ത്യ പൂർണ്ണമായും തകർക്കുന്നു, ഇല്ലാതാക്കുന്നു. ശേഷം ചെറിയ ബോംബുകളുമായി നമ്മുടെ പഞ്ചാബ് അതിർത്തിയിലേക്കും രാജസ്ഥാൻ അതിർത്തിയിലേക്കും ചെറിയ ബോംബുകളായി വരുന്ന ഡ്രോണുകളെ ഇന്ത്യ തകർക്കുന്നു. അത് തകർന്നു വീണ് പല ആളുകൾക്കും ഇന്നലെ ഉണ്ടായ പരിക്കുകൾ നമുക്കറിയാം. ഫിറോസ്പൂരിലൊക്കെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണ് പരിക്കുകൾ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇന്ന് അതിർത്തി കടന്ന് വലിയ രൂപത്തിൽ പാക് വിമാനങ്ങൾ ശ്രീനഗറിലേക്ക് വരുന്നു എന്ന വാർത്ത കൂടി വരുന്നു. ആ വിമാനങ്ങളെയും ഇന്ത്യയുടെ ജെറ്റ് വിമാനങ്ങൾ തടയുന്നു. അങ്ങനെ ഒരു അതിർത്തി കുറച്ചും കൂടി കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക്
നേർക്കുനേർ ആക്രമണത്തിലേക്ക്, അതിനപ്പുറത്തേക്ക് ഇന്ത്യ അതിർത്തി കടന്ന്, ഇപ്പോൾ ബ്രിഗേഡിയർ സൂചിപ്പിച്ച പോലെ മുൻപൊന്നും ഇന്ത്യ അതിർത്തി കടന്നു പോയി ഒരുപക്ഷെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം പോയി ഇന്ത്യയുടെ ഒരു ആക്രമണം ഇന്ത്യ ഒരു കാലത്ത് നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്ത് അതിന് ഇന്ത്യ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ഇന്ത്യ അതിന് തയ്യാറാകേണ്ടി വരുന്നു എന്ന കാര്യത്തിലേക്കാണ് സാഹചര്യം പോകുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അമേരിക്ക കൂടി ഇക്കാര്യത്തിൽ സജീവമായി മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇതൊരു തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയുടെ ഇടപെടൽ വളരെ നിർണായകമാണ്. കാരണം ഇത് നിർത്താനായിരിക്കും പാകിസ്ഥാൻ്റെ ഈ അതിർത്തി കടന്നുള്ള ആക്രമണം, ഡ്രോണായാലും മറ്റ് വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ളതായാലും ഏത് തരത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണവും നിർത്താൻ ഒരുപക്ഷെ അമേരിക്ക ആവശ്യപ്പെട്ടേക്കും. ആ രൂപത്തിലാണ് ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും മധ്യസ്ഥത എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇത് നിർത്തുക, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ അതിർത്തി കടന്നുള്ള ആക്രമണം നിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കുമുള്ള ആക്രമണം അവസാനിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ആവശ്യപ്പെടുക. അതായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുക. മധ്യസ്ഥ ചർച്ചയിലും ഇന്ത്യ അവതരിപ്പിക്കുക അത്തരമൊരു കാര്യമായിരിക്കും. കാരണം യുദ്ധത്തിനില്ല എന്ന് ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ്. ഇന്ത്യ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് ആക്രമിക്കാൻ തയ്യാറായാൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന കൂടി ഇന്നിപ്പോൾ ഈ നൂർഖാനിലെയും മുറിദിലെയും റാഫിക്കിലെയും എയർബേസുകൾ അല്ലെങ്കിൽ എയർബേസുകൾ ആക്രമിക്കുന്നത് വഴി ഇന്ത്യ സൂചന നൽകി കഴിഞ്ഞു. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷം അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ തടയുക തന്നെയായിരിക്കും അമേരിക്കയുടെ മധ്യസ്ഥത കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. മറുവശത്ത് പാകിസ്ഥാനെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാനായിരിക്കും അമേരിക്കയും ആഗ്രഹിക്കുക. എന്തായാലും യുദ്ധം തുടരും, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിർത്തി കടന്നുള്ള ആക്രമണം തുടരും എന്ന് ഇന്നലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ആക്രമണത്തിനുള്ള മറുപടി ഇന്ത്യക്ക് നൽകുമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തത്. അതേ സമാനമായ സാഹചര്യത്തിൽ തന്നെയാണോ പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നത് എന്ന് ഒരുപക്ഷെ മാർക്കോ റൂബിയോയുടെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ പുറത്തു വരിക. മിക്കവാറും അമേരിക്ക തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്ക നേരിട്ട് ഇതിലേക്ക് ഇടപെടുമ്പോൾ അമേരിക്ക ഇതിന് മറുപടി തന്നെ, കാരണം എന്താണ് ചർച്ചകളെടുത്ത നിലപാട് എന്താണെന്ന് അമേരിക്ക തന്നെ പറയും. പക്ഷെ എന്നാലും ബെന്യാനു മർസൂസ് എന്ന പേരിൽ ഒരു അനൗദ്യോഗിക യുദ്ധപ്രഖ്യാപനം പാക് സൈന്യം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ നിലപാട് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നിലപാടിനെ മാറ്റിയെടുക്കാനായിരിക്കും അമേരിക്ക കൂടി ശ്രമിക്കുക. ബിനിൽ, ഉറപ്പായും ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു മധ്യസ്ഥ ചർച്ചകൾ അതെല്ലാ തരത്തിലും ആശ്വാസമാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നേരിട്ടൊരു ഫോൺ വിളി അല്ലെങ്കിൽ തിരിച്ചൊരു ഫോൺ വിളി ഉണ്ടാകട്ടെ, അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. പക്ഷേ ആശകൾക്കപ്പുറമാണ് പാകിസ്ഥാൻ്റെ നിലപാട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു യുദ്ധം ആസന്നമാക്കുന്ന ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേരുകയാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ്. ഇന്ത്യ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് അതിൻ്റെ പരമാധികാരത്തെ. ബ്രിഗേഡിയർ വേണു നായർ എനിക്കൊപ്പം തുടരുന്നുണ്ട്. ബ്രിഗേഡിയർ വേണു നായർ, ഇപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അങ്ങ് കേട്ട് കാണുമല്ലോ. അവിടെ എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജോഗ്രഫി പാകിസ്ഥാൻ അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. കാർഗിൽ മലനിരകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ നമ്മൾ പൊതുവിൽ ലോ ആറ്റിറ്റ്യൂഡിലായിരുന്നല്ലോ. ആ ആൾട്ടിറ്റ്യൂഡ് മറികടന്ന്, ആ പ്രതിസന്ധി മറികടന്ന് ഇന്ത്യൻ സൈന്യം കാർഗിൽ മലനിരകൾ തിരിച്ചുപിടിച്ചു, പാകിസ്ഥാനെ തുരത്തി എന്നുള്ളത് നമ്മുടെ സൈന്യത്തിൻ്റെ മനോവീര്യം ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റാൻഡ് ഓഫ് നമ്മളിപ്പോൾ പല സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട്, ബാലാക്കോട്ടിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു സ്റ്റാൻഡ് ഓഫ് ഉണ്ടാകുന്നത് ഈ പതിറ്റാണ്ടിൽ ഇത് ആദ്യമായിട്ടാണല്ലോ. ആ അർത്ഥത്തിൽ അവിടെയുള്ള ആ ജോഗ്രഫിയെ പറ്റിയാണല്ലോ അങ്ങയോട് ഞാൻ ചോദിച്ചിരുന്നത്. ഇപ്പോൾ വ്യോമ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തത് മൂലം അതിർത്തിയിൽ സൈന്യത്തെ, അതായത് കരസേനയെ വിന്യസിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് എന്താണ്, ഇന്ത്യക്ക് നിലവിലുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ മറികടക്കാനാകും നമുക്ക്? പിന്നിൽ ഇതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ഞാൻ കാർഗിലിൽ നിന്ന് തുടങ്ങാം. കാർഗിൽ എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഒരു 6-7 മാസം സ്നോ കവേർഡ് ഒരു പീരീഡുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ 1-to-1 ഇൻഡിപെൻഡൻറ്റ് ബ്രിഗേഡ് ആയിരുന്നു അവിടെ അവിടുത്തെ ഓപ്പർ റെസ്പോൺസിബിലിറ്റി. അവിടെ ത്രൂ ഔട്ട് അത് LCയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ആർമി ഈ വിൻ്റർ വെക്കേറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അലിഖിതമായ എന്ന് വെച്ചാൽ അൺറിട്ടൺ ഒരു അണ്ടർസ്റ്റാൻഡിങ് രണ്ട് ആർമികളും തമ്മിലുണ്ട്. വൈ ഈ വിൻ്ററിൽ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിന് കണ്ടിന്യൂ ചെയ്യണം? അതുകൊണ്ട് വിൻ്റർ മഞ്ഞ് വീഴുന്ന സമയം കൊണ്ട് രണ്ടുപേരും
പുറകോട്ട് പോകും. അത് കഴിഞ്ഞ് ഒരു മാർച്ച് ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇറക്കി പെട്രോൾ പോകും, നോക്കി പിന്നെ വന്ന് ഓക്യുപ്പൈ ചെയ്യും. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ ചൈനയുടെ നമ്മുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോർ ഡിക്ലറേഷൻ ഒക്കെ പോയ സമയത്താണ് പക്ഷേ പർവേസ് മുഷറഫ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അന്നത്തെ പ്രധാനമന്ത്രിയോടുകൂടെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഈ നിരകൾ അത് ഓക്യുപ്പൈ ചെയ്യുന്നു. അത് ആർമിക്കാർ തന്നെയാണ്. ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് പിന്നെ നമ്മുടെ ചില അവിടുന്ന് ഈ ആട് മേയ്ക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളെ വന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പെട്രോൾ പോകുന്നു, പിന്നെയുള്ളതെല്ലാം ചരിത്രമാണ്, അതിനെപ്പറ്റി ഞാൻ പറയുന്നത്. പക്ഷേ അന്ന് പ്രശ്നമുണ്ടായത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അതിനുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് നടന്നു കയറാൻ തന്നെ എനിക്കറിയാം. ഒന്നും ഒരു എനിമി ത്രെട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സിക്കിമിൽ ആകട്ടെ ഇവിടെ ആകട്ടെ ഞാൻ കയറുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ്. എന്ന് വെച്ചാൽ ഒരു 10% ഓക്സിജനെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു വാർ എക്യുപ്മെൻറ്റും എല്ലാം കൂടെ കൂടി പിന്നെ എനിമി ഫയറിങ്ങിനോടനുബന്ധിച്ച് അവിടെ കയറിയെടുക്കുക എന്ന് വെച്ചാൽ ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ്. അത് ചെയ്തത് നമ്മുടെ ജൂനിയർ ലീഡർഷിപ്പും അതിൻ്റെ ഡയറക്ഷനും നമ്മുടെ ആർട്ടിലറിയുടെ ഇതും നമ്മുടെ എയർഫോഴ്സിൻ്റെ ശക്തിയുമല്ല, അതിനൊക്കെ ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസ വഞ്ചന ചെയ്ത ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു സന്ധിയിലേക്ക് പോയിട്ട് ആ സന്ധിക്ക് ആ എഴുതിയ പേപ്പറിൻ്റെ വില പോലും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ യുദ്ധം ഇപ്പോൾ ഈ സ്ഥിതിയിൽ നിർത്തേണ്ട ഒരു കാര്യമില്ല. എന്നോട് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. അതിന് പാകിസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പാകിസ്ഥാനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മെയിൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനറൽ മുനീറാണ്. മുനീർ അല്ലെങ്കിൽ വേറെ നെക്സ്റ്റ് ജനറൽ എക്സ് ആണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ആർമിക്ക് ഗവൺമെൻറ്റിൽ ഉള്ള അപ്രമാദിത്വം നിർത്തുന്നതാണ് നമുക്ക് വേണ്ടത്. അത് നിർത്തത്തോളം കാലം പിന്നെ അവരുടെ വാട്ട് ഈസ് ദെയർ സ്റ്റേക്ക്, ഈ ആൻറ്റി ഇന്ത്യ ഫീലിംഗ് ഇല്ലെങ്കിൽ ദെയർ ഇസ് നോ എക്സിസ്റ്റൻസ് ഓഫ് പാകിസ്ഥാൻ ആർമി എന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ അവരുടെ പ്രൈമസിയുടെ മുഖ്യമായ കാര്യം ഇതാണ്. പിന്നെ ഇന്ത്യ ഇപ്പോൾ വന്ന് നമ്മളെ കീഴടക്കുന്ന രീതിയിലാണ് പബ്ലിക്ലി പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ അവർ മുസ്ലിങ്ങളാണ്, നമ്മൾ ഹിന്ദുക്കളാണ്, പിന്നെ ജിഹാദിൻ്റെ കാര്യം അതേതായാലും ഇന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ സന്ധിക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. നമ്മളിത് ചോദിച്ചു മേടിച്ചൊരു അവസരമല്ല. ഇത് ഈസ് എ ഗോഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റി ഫോർ അസ്. അപ്പോൾ ഞാൻ ഒരു ആസ്പെക്റ്റ് പറയുകയാണ്, സന്ധിയുടെ പറ്റി ആലോചിക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ ഒരു വിഷമഘട്ടത്തിലല്ല, വിഷമഘട്ടത്തിൽ അവരാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ല എങ്കിൽ ഇപ്പോഴും അവരുടെ ശക്തി മിനിമം ഈ പാകിസ്ഥാൻ ആർമിയുടെ അപ്രമാദിത്വം നിർത്തുന്നതിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ആർമി ഞാൻ പറഞ്ഞല്ലോ ഈ ഡിഫെൻസീവ് ഫോർമേഷൻസ് ഇപ്പോൾ വന്ന് നിൽക്കും. ഡിഫെൻസീവ് ഫോർമേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിക്കാനുള്ള ഫോഴ്സ് ഇല്ല. അതിന് വരുന്നത് നമ്മുടെ സ്ട്രൈക്ക് ഫോർമേഷൻസ് ആണ്. സ്ട്രൈക്ക് ഫോർമേഷൻസ് ചെന്ന് നമ്മുടെ ഡിഫെൻസീവ് ഫോർമേഷൻസിൻ്റെ കൂടി ഡെത്ത് ഒബ്ജക്റ്റീവോ ആയിട്ട് ഒരു ബ്രിഡ്ജ് ഹെഡ് ഉണ്ടാക്കും. നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടേക്ക് ജമ്മു ഏരിയ കഠ്വായിൽ ഞാനവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ലോ പൈലറ്റിൻ്റെ കാര്യം. അവിടെ എവിടെയാണ് നമ്മുടെ ലൈൻ എന്നറിയാം. ഇപ്പോൾ BSF ഉള്ള BOP എല്ലാം മാറും. BSF ആർമിയുടെ കീഴിലാകും. ആർമിയുടെ കൺട്രോൾ വരുന്ന അത് ഡിഫെൻസീവ് ലേഔട്ടാണ്. അതുപോലെ തന്നെ ഒരു മിറർ ഇമേജ് പാകിസ്ഥാനിൻ്റെ ആർമിക്കുമുണ്ട്. ഇവർ രണ്ടുപേരും മേക്ക് ഷുവർ ദാറ്റ് നത്തിങ് ഹാപ്പൻസ്. പിന്നെ വാർ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ് അവരുടെ ഫോഴ്സ് ഈ സ്ട്രൈക്ക് ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഹയർ ലെവൽ ഓഫ് ഇതാണ്. അവിടെയാണെന്ന് വരട്ടെ, അവർക്ക് നേരത്തെ വേണ്ടിയിരുന്ന ചമ്പാണ്, ഇല്ലെങ്കിൽ അഖ്നൂർ കട്ട് ചെയ്തിട്ട് JNK വേർപെടുത്തി അവർക്ക് JNK അവരോട് കൂടെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അതുപോലെ ഒരു സ്ട്രാറ്റജിക് എയിം ഇപ്പോൾ പാകിസ്ഥാനുണ്ടോ? അവർക്ക് ആലോചിക്കാൻ പറ്റുമോ ഇങ്ങനെ നമ്മളെ അഖ്നൂർ കട്ട് ചെയ്ത് നമ്മളെ തോപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നു? അവർക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റെയിൽമേറ്റിലും നമ്മൾ ഇത്തവണ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കാഷ്വാലിറ്റീസ് അതിനൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദിസ് ഈസ് ദ ടൈം ടു ഡു ഇറ്റ്. ഇത് വൺ ഫോർ ഓൾ ഇതിൻ്റെ സൊല്യൂഷൻ അത് മാത്രമാണ്. അപ്പോൾ മേൽക്കൈ നമുക്കായിരിക്കും എന്നുള്ള എനിക്കൊരു സംശയമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോഴ്സ് മൾട്ടിപ്ലയേഴ്സ് നമ്മുടെ ഗണ്ണിൻ്റെ കാര്യം എടുക്കട്ടെ. ഇപ്പോൾ ആസ് ഓൺ ടുഡേ അവരുടെ മെയിൻ ഫ്രണ്ട് ലൈൻ ജെറ്റ് ഫൈറ്റേഴ്സ് എല്ലാം ഇനോപ്പറേറ്റീവ് ആണ്. പക്ഷേ ഇറ്റ് ക്യാൻ എയർഫീൽഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിപ്പയർഡ് അൺലെസ് വി കണ്ടിന്യൂസ്ലി ഡു ഇറ്റ്. നമ്മുടെ ഇത്രയും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൻ്റെ അടുത്തുള്ള എയർഫീൽഡ് വരെ നമുക്ക് നമ്മുടെ ഗൈഡഡ് മിസൈൽസിനോ എങ്കിലും പോകാൻ പറ്റിയെങ്കിൽ അവരുടെ ഐ ഗോട്ട് ഓൾ ദ ഡൗട്ട്സ് അബൌട്ട് ദ എഫിക്കസി ഓഫ് ദെയർ എയർ ഡിഫെൻസ് സിസ്റ്റം.